ബാങ്ക് അക്കൗണ്ട് എന്നത് ഒരു ദീർഘകാല ബന്ധമാണ്. ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും വേഗത്തിലും മിതമായ ചാർജിലും ചെയ്തു തരുന്ന ബാങ്കുകളെയാണ് നമുക്കാവശ്യം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ബാങ്ക് അക്കൗണ്ടും ഉണ്ടാവണമെന്നില്ല. NRIകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഏറ്റവും ഉപകാരപ്രദമായ ചില NRI അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഒന്നാമത്തേത് ഫെഡറൽ ബാങ്ക് NRI പവർ എന്ന് പറയുന്ന അക്കൗണ്ടാണ്. NRI പവർ. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകതകൾ നോക്കാം. 5000 രൂപയാണ് മിനിമം ബാലൻസ്. വിദേശത്തു നിന്ന് തുക അയച്ചാൽ പെട്ടെന്ന് തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും എന്ന ഒരു ഗുണമുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇതിനോടൊപ്പം എടുക്കാവുന്ന സർവ്വസുരക്ഷ പ്ലസ് എന്ന ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസിയാണ്. 50 ലക്ഷം, 25 ലക്ഷം എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിന് യഥാക്രമം 511 രൂപ, 865 രൂപ എന്നിങ്ങനെയാണ് ഇതിന്റെ പ്രീമിയം, വാർഷിക പ്രീമിയം വരുന്നത്. നാട്ടിലോ വിദേശത്തോ ഉള്ള ആശുപത്രിവാസത്തിന് ദിനം പ്രതി 2500 രൂപയാണ് ഈ ഇൻഷുറൻസ് അനുവദിച്ചിട്ടുള്ളത്. ഇത് 10 ദിവസം വരെ ഉള്ള ആശുപത്രിവാസത്തിന് ലഭ്യമാണ്. ബില്ലുകൾ അയച്ചു കൊടുത്തത് ക്ലെയിം ചെയ്യാം. HDFC എർഗുവാണ് ഈ ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നിട്ട് ഈ പ്ലാൻ കൊടുക്കുന്നത്. 1 വർഷമാണ് ഇതിൻ്റെ കാലാവധി. അത് കഴിഞ്ഞിട്ട് അത് റിന്യൂ ചെയ്യാം. പിന്നീട് ഈ ബാങ്കിൻ്റെ ഈ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, പേടിഎമ്മുമായിട്ട് ചേർന്നിട്ട് ഫെഡറൽ ബാങ്ക് ഇപ്പോൾ നടത്തുന്ന ഓഫറുകളും ഈ അക്കൗണ്ടിന് ബാധകമാണ്. അതായത് മിനിമം 199 രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, ബ്രോഡ്ബാൻഡ്, മൊബൈൽ പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ്, അതുപോലെ ഗ്യാസ് ബുക്കിംഗ്, ഇതിനെല്ലാം 5% ഡിസ്കൗണ്ട് ലഭ്യമാണ്. അത് 150 രൂപ വരെ കിട്ടും. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഡിസ്കൗണ്ട് കിട്ടും. അതായത് ബില്ല് അടയ്ക്കുമ്പോൾ തന്നെ ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കിയുള്ളത് അടച്ചാൽ മതി. ഇത് ഒരു കാർഡിന് മാസത്തിൽ 1 തവണ ലഭിക്കും. ഈ അക്കൗണ്ടിന്റെ കൂടെ അവർ കൊടുക്കുന്ന കാർഡ് ഇപ്പോൾ കൊടുക്കുന്നത് സിഗ്നറ്റ് വിസ എന്ന ഒരു വെർഷൻ വേരിയന്റ് ആണ്. ഫെഡറൽ ബാങ്കിന്റെ മറ്റൊരു NRI അക്കൗണ്ടാണ് NRI പ്രോസ്പർ എന്ന് പറയുന്ന വേരിയന്റ്. അത് ഈ അടുത്ത സമയത്ത് അവതരിപ്പിച്ചതാണ്. ഈ വേരിയന്റിന് മിനിമം ബാലൻസ് വരുന്നത് 25,000 രൂപയാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നെഫ്റ്റ്, RTGS, IMPS തുടങ്ങിയ നമ്മുടെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസിനൊക്കെ അവർ ചാർജസ് എടുക്കുന്നില്ല. 0 ചാർജസ് ആണ് പറയുന്നത്. അതോടൊപ്പം ഇതിന്റെ കൂടെ കിട്ടുന്ന ഡെബിറ്റ് കാർഡ്, വിസ, മാസ്റ്റർ കാർഡ്, റുപ്പേ, ഈ വേരിയന്റുകൾക്കെല്ലാം ഒപ്പം ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസുകളും കൊടുക്കുന്നുണ്ട്. ഇതിൽ ഡൊമസ്റ്റിക്കിൽ 2 രൂപ സ്വൈപ്പിംഗ് ചാർജ് പറയുന്നുണ്ട്. ഇന്റർനാഷണൽ ആണെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് അവർ പറയുന്നത് ആദ്യം മുഴുവൻ തുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കും. അതിനുശേഷം 30 ദിവസത്തിന് ശേഷം ആ പൈസ തിരിച്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതെനിക്ക് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല ലോഞ്ച് ആക്സസ് നോക്കുന്നവർക്ക്. കാരണം ഒരു $50 മുടക്കിയിട്ട് 30 ദിവസം നമ്മൾ കാത്തിരിക്കണം. ക്രെഡിറ്റ് ആയില്ലെങ്കിൽ വീണ്ടും ബാങ്കിൽ വിളിക്കേണ്ടി വരും. ഇതില്ലാതെ ഇങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യാതെ തന്നെ ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്ന പല അക്കൗണ്ടുകളും മറ്റു ബാങ്കുകൾക്കുണ്ട്. അതുകൊണ്ട് ഇത് അത്ര ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പരിഗണിക്കാവുന്ന മറ്റൊരു NRI അക്കൗണ്ടാണ് ഇസാഫ്. കേരള ബേസ്ഡ് ആയിട്ടുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കാണിത്. NRI റോയൽ എന്നാണ് ഇവരുടെ ഈ വേരിയന്റിന് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ മിനിമം ബാലൻസ് വരുന്നത് 10,000 രൂപയാണ്. ഇതോടൊപ്പം റുപ്പേ പ്ലാറ്റിനം ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് നൽകുന്നുണ്ട്. ഡൊമസ്റ്റിക്കിനും ഇന്റർനാഷണലും ലോഞ്ച് ആക്സസ് ഈ കാർഡിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു ചാർജും ഇന്റർനാഷണലിന് ഈടാക്കാറില്ല. ഈ കാർഡിന്റെ വാർഷിക ഫീസായിട്ട് അവർ വാങ്ങിക്കുന്നത് 590 രൂപയാണ്, ടാക്സ് അടക്കം. ഈ അക്കൗണ്ടിന് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാ രാജ്യങ്ങളിലും ഇതിന് സ്വിഫ്റ്റ് സപ്പോർട്ട് ആയിട്ടില്ല. പലിശ ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എല്ലാ മാസവുമാണ്. മറ്റൊരു അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയാണ്. ഇതിന്റെ മിനിമം ബാലൻസ് 10,000 രൂപയാണ്. ഇതിനും റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് കൊടുക്കുന്നത്. ഇസാഫിന്റെ ഡെബിറ്റ് കാർഡിന് പറഞ്ഞ സേവനങ്ങളൊക്കെ ഇതിലും ലഭ്യമാണ്. പൊതുവെ NRI അക്കൗണ്ട് എടുക്കാൻ പരിഗണിക്കാവുന്നത് മിനിമം ബാലൻസ്, ചാർജുകൾ, കോംപ്ലിമെന്ററി ലോഞ്ച് ഫീച്ചർ, ആക്സിഡന്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് പരിരക്ഷ, കാലതാമസമില്ലാതെ പൈസ ക്രെഡിറ്റ് ആവുന്നത്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെയാണ്. ഒന്നിലധികം അക്കൗണ്ടുകൾ എടുത്തുകൊണ്ട് ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതുകൂടാതെ നല്ല ഫീച്ചറുകളുള്ള മറ്റ് NRI അക്കൗണ്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.